വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൃഷിയിടത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കർഷക തൊഴിലാളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. അമരമ്പലം പഞ്ചായത്തിലെ TK കോളനിയിലാണ് സംഭവം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളായി നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് 3 പേർ ഒരേ സമയം ജനവിധി തേടുന്നത് ചരിത്രമാകുന്നു. KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് VS ജോയി, TP അഷ്റഫ് അലി എന്നിവരാണ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി മത്സരരംഗത്തുള്ളത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് പവന് 240 രൂപ കുറഞ്ഞ് 1,15,680 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ 17 ദിവസത്തിനിടെ പവന് 11,240 രൂപയുടെ കുറവാണ് വിപണിയിലുണ്ടായത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വോട്ട് തേടി പ്രചരണം ആരംഭിച്ചു. നോമ്പ് തുറയ്ക്ക് ശേഷം രാത്രി 8 മണിയോടെയാണ് താഴെ ചന്തക്കുന്നിൽ നിന്ന് നാട്ടുകാരെ നേരിൽ കണ്ട് വോട്ട് തേടിയത്. യുവതിയെ ഭീഷണിപ്പെടുത്തി പണം കവർന്ന സംഭവം യുവാവിനെ 3 വർഷം തടവിനും 15,000 രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ചു. നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് KP ജോയിയാണ് ശിക്ഷ വിധിച്ചത്. വാർത്തകൾ വിശദമായി. കൃഷിയിടത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കർഷക തൊഴിലാളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. അമരമ്പലം പഞ്ചായത്തിലെ TK കോളനിയിലാണ് സംഭവം. മുണ്ടേരി അപ്പൻകാപ്പ് സ്വദേശിയും TK കോളനിയിൽ താമസക്കാരനുമായ വെളുത്തേടത്ത് ദാസന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൊയ്പ്ര മലവാരത്തിലെ സ്വകാര്യ കൃഷിയിടത്തിൽ നിന്നും ജോലി കഴിഞ്ഞ വരവെ പൂന്തോട്ടം കടവിലെ പുഴയിൽ നിന്നും മുഖം കഴുകുകയായിരുന്നു. ഈ സമയം ഈറ്റക്കാട്ടിൽ മറഞ്ഞു നിന്ന കാട്ടാന ദാസന്റെ പിറകിലൂടെ തുമ്പിക്കൈ ചുറ്റിപ്പിടിച്ച് എടുത്തെറിയുകയായിരുന്നു. ദാസന്റെ കൂടെ സഹോദരനടക്കം മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഈറ്റക്കാട്ടിൽ മറഞ്ഞു നിന്ന ആനയെ ഇവരും കണ്ടിരുന്നില്ല. ആന ആക്രമിച്ചതോടെ കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആനയെ പിന്തിരിപ്പിച്ചാണ് ഒപ്പമുള്ളവർ അടുത്തെത്തിയത്. അപകടം നടന്ന സ്ഥലത്തു നിന്നും ദാസനെ സ്വകാര്യ വ്യക്തിയുടെ ജീപ്പിൽ പൂന്തോട്ടം കടവിലെ വനം ഔട്ട് പോസ്റ്റിലെത്തിച്ചു. അവിടെ നിന്നും വനം വകുപ്പ് വാഹനത്തിൽ പൊട്ടിക്കലിലെത്തിച്ച് തുടർന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു. പരിക്ക് ഗുരുതരമല്ലെങ്കിലും കൂടുതൽ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളായി നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് 3 പേർ ഒരേ സമയം ജനവിധി തേടുന്നത് ചരിത്രമാകുന്നു. KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് VS ജോയി, TP അഷ്റഫ് അലി എന്നിവരാണ് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി മത്സരരംഗത്തുള്ളത്. നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്നും 3 പേർ ഒരേ സമയം UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഇതിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ 3ാമത്തെയും VS ജോയിയുടെ 2ാമത്തെയും മത്സരമാണ്. മുസ്ലിം ലീഗ് നേതാവും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ TP അഷ്റഫ് അലി കന്നി പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത്. 3 പേരും ഒരേ സമയം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് നിലമ്പൂരിന് റെക്കോർഡ് നേട്ടമായി മാറും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് പവന് 240 രൂപ കുറഞ്ഞ് 1,15,680 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ 17 ദിവസത്തിനിടെ പവന് 11,240 രൂപയുടെ കുറവാണ് വിപണിയിലുണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന് നിലവിൽ 14,460 രൂപയാണ് വില. ഇന്നലെ രാവിലെ പവന് 1,16,320 രൂപയായി ഉയർന്ന സ്വർണ്ണവില വൈകുന്നേരത്തോടെ 1,15,920 രൂപയിലേക്ക് താഴ്ന്നിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് വീണ്ടും വില കുറഞ്ഞത്. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. അവിടെ നിന്നാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിലെ മാറ്റങ്ങളും രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ് ആഭ്യന്തര വിപണിയിൽ വില കുറയുവാൻ കാരണമായതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സ്വർണ്ണവില കുറയുമ്പോഴും സംസ്ഥാനത്ത് വെള്ളിവിലയിൽ നേരിയ വർധനവുണ്ട്. ഗ്രാമിന് 275 രൂപയും 10 ഗ്രാമിന് 2,750 രൂപയുമാണ് നിലവിലെ നിരക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് തേടി പ്രചരണം ആരംഭിച്ചു.
നോമ്പ് തുറയ്ക്ക് ശേഷം രാത്രി 8 മണിയോടെയാണ് താഴെ ചന്തക്കുന്നിൽ നിന്നും നാട്ടുകാരെ നേരിൽ കണ്ട് വോട്ട് തേടിയത്. പേര് ചൊല്ലി വിളിച്ച് പരിചയം പുതുക്കിയും സൗഹൃദം പങ്കുവച്ചുമായിരുന്നു വോട്ടഭ്യർത്ഥന. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 8 മാസം കഴിയുമ്പോഴേക്കുമാണ് ഷൗക്കത്ത് വീണ്ടും പൊതുതിരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത്. MLA എന്ന നിലയിൽ കുറഞ്ഞ കാലം കൊണ്ട് മികച്ച പ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസവുമായാണ് വോട്ട് തേടൽ. നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ വോട്ടർമാരെ പേര് ചൊല്ലി വിളിക്കാവുന്ന ആത്മബന്ധവുമുണ്ട്. നിലമ്പൂരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ അനാഥാവസ്ഥയ്ക്ക് അറുതി വരുത്തി കേവലം 200 ദിവസം കൊണ്ട് 200 കോടി രൂപയുടെ വികസനം കൊണ്ടുവരാനായെന്ന് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവയ്ക്ക് പരിഹാരം തേടുവാനാണ് പരിശ്രമിച്ചത്. എല്ലാവരുടെയും ഭാഗത്തുനിന്നും രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് ലഭിക്കുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കാനാകുമെന്നും വ്യക്തമാക്കി. താഴെ ചന്തക്കുന്നിലെ തുണിക്കട, ചന്തക്കുന്ന് വെളിയന്തോട് വരെ കടകളിലും മറ്റും കയറി വോട്ട് തേടി. UDF നേതാക്കളായ VA കരീം, A ഗോപിനാഥ്, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. യുവതിയെ ഭീഷണിപ്പെടുത്തി പണം കവർന്ന സംഭവം യുവാവിനെ 3 വർഷം തടവിനും 15,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് KP ജോയിയാണ് ശിക്ഷ വിധിച്ചത്. യുവതിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രതി ഇലക്ട്രോണിക് മീഡിയയിലൂടെ നിരന്തരം ബന്ധപ്പെട്ട് കോടതിപ്പടിയിൽ വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടും കരുതലോടും കൂടി ബലമായി ഓട്ടോറിക്ഷയിൽ പിടിച്ചു കയറ്റി യാത്രാമധ്യേ ലൈംഗിക ആക്രമണത്തിന് വിധേയമാക്കുകയും വാട്സാപ്പിലൂടെ പ്രതിക്ക് അയച്ചു നൽകിയ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 2,000 രൂപ അപഹരിക്കുകയും കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിന് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനാണ് ശിക്ഷ. പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം പിഴ സംഖ്യ പരാതിക്കാരിക്ക് നൽകുവാൻ ഉത്തരവായി. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന P വിഷ്ണുവാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പങ്കജം കേസ് അന്വേഷണത്തിൽ സഹായിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം K ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷന് വേണ്ടി 11 സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും 22 രേഖകൾ, 3 തൊണ്ടിമുതലുകൾ എന്നിവ ഹാജരാക്കിയിട്ടുള്ളതുമാണ്. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബ PC പ്രോസിക്യൂഷനെ സഹായിച്ചു. 20 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് നിലമ്പൂർ CI ബിനു BS അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 11-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മമ്പാട് പൊങ്ങലൂരിൽ വച്ച് 20 ഗ്രാം MDMA-യുമായി എടവണ്ണ സ്വദേശി ഫെബിൻ ഷാദിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ MDMA നൽകിയത് ഫാസിലാണെന്ന് മനസ്സിലായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ 11 മണിയോടെ അരീക്കോട് വെച്ചാണ് പ്രതിയെ ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഫാസിലിനെതിരെ വണ്ടൂർ, നിലമ്പൂർ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലവിലുണ്ട്. നിരവധി മോഷണ കേസുകളിലും പ്രതിയായ ഫാസിലിനെതിരെ കാപ്പ ചുമത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ കൺട്രോൾ റൂം സജ്ജീകരിച്ചു. പ്രവർത്തനം വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ കൺട്രോൾ റൂം സന്ദർശിച്ചു. സിവിജിൽ വെബ്കാസ്റ്റിംഗ് കൂടാതെ എൻക്വയറി, ഹെൽപ്പ് ഡെസ്ക്, പരാതി പരിഹാര കൺട്രോൾ റൂം എന്നിവയടങ്ങുന്ന ജനറൽ കൺട്രോൾ റൂമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ കൺട്രോൾ റൂമിനും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 3 ടീമുകളെയാണ് നിയമിച്ചിട്ടുള്ളത്. പൊതുജനങ്ങളിൽ നിന്നും പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ സ്വീകരിക്കുന്നതിനാണ് സിവിജിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത്. സിവിജിൽ പോർട്ടലിലൂടെ ലഭിക്കുന്ന പരാതികൾ കൺട്രോൾ റൂമിൽ നിന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമിതരായ വിവിധ സ്ക്വാഡുകൾക്ക് കൈമാറും. ഈ സ്ക്വാഡുകളാണ് പരാതികൾ പരിഹരിക്കുന്നത്. ഇതുവരെ 43 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 41 പരാതികൾ പരിഹരിച്ചു. പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സംസ്ഥാനതല ടോൾ ഫ്രീ നമ്പറായ 1950-ലും കൂടാതെ മലപ്പുറം ജില്ലാ കൺട്രോൾ റൂമിലെ 0483-273-5400 എന്ന നമ്പറിലും അറിയിക്കാം. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ് കൺട്രോൾ റൂമിന്റെ ജില്ലാതല നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ സർവീസ് സംഘടനകളുടെ യോഗം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ നേതൃത്വത്തിൽ ചേർന്നു. ജില്ലയിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിന് ജീവനക്കാരും സംഘടനകളും സഹകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിലവിലുള്ള മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സംഘടനകളുടെയോ ജീവനക്കാരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്ന് കളക്ടർ പറഞ്ഞു. പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള സംഘടനകളുടെ ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണം. സിവിജിൽ ആപ്പിലൂടെ പൊതുജനങ്ങൾ പരാതി നൽകിയാൽ അത്തരം വിഷയങ്ങളിൽ സംഘടനകൾ സഹകരിക്കണം. സർവീസ് സംഘടനകളുടെ വിവിധ പ്രചാരണ ബോർഡുകൾ
പരസ്യങ്ങൾ തുടങ്ങിയവ ഉടൻ നീക്കം ചെയ്യുകയും വോട്ടെടുപ്പിന് ശേഷം മാത്രം സ്ഥാപിക്കുവാനും കളക്ടർ നിർദ്ദേശം നൽകി. പോളിംഗ് ഡ്യൂട്ടിക്കായി ജീവനക്കാരെ നിയമിക്കുമ്പോൾ ജീവനക്കാരോട് വിവേചനമുണ്ടാകില്ലെന്നും നീതിപൂർവമായ നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജയശ്രേയസ് വാര്യർ, ADM CS രാജേഷ്, വിവിധ സർവീസ് സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. NDS സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട് മുതിർന്ന BJP നേതാവ് K പ്രഭാകരനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിച്ച് അനുഗ്രഹം തേടി. ND നേതാക്കളായ അജി തോമസ്, KC വേലായുധൻ, വിനീഷ് ടി, സജി കുരവിക്കാട്ടിൽ, ഓമനക്കുട്ടൻ, രാജൻകുട്ടി, സുമേഷ് എന്നിവർ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.